ജീവിതത്തിലെ അന്ത്യാഭിലാഷങ്ങളിൽ ഒന്നാണ് ഒരു ഹജ്ജ് യാത്ര. എല്ലാം അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് 75,000 രൂപ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് മാത്രം വർദ്ധിപ്പിക്കുക എന്നത്. കരിപ്പൂർ വഴി യാത്ര ഉദ്ദേശിക്കുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ വിമാനക്കൂലി ഇതര എംബാർക്കേഷനുകളേക്കാൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുമെന്ന വാർത്ത ഹാജിമാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നും ആശങ്ക പരിഹരിക്കാനാവശ്യമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങൾ. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് തീർത്ഥാടനം ചെറുപ്പം മുതലേയുള്ള അഭിലാഷമാണ്. കൂടുതൽ ഹാജിമാരും വർഷങ്ങളോളം തങ്ങളുടെ വേതനത്തിൽ നിന്നും മറ്റും ചെറിയ തുകകൾ സ്വരൂപിച്ചാണ് ഹജ്ജ് കർമ്മത്തിനുള്ള പണം കണ്ടെത്തുന്നത്. സർക്കാർ മുഖേന പോകുന്ന ഹാജിമാരിൽ കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ദരിദ്രരുമാണ്. അവരുടെ സ്വപ്നങ്ങളുടെ ചിറകരിയാൻ പാടില്ല. കുറെ വർഷങ്ങൾ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തിയ ഇടമാണ് കരിപ്പൂർ. സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് കരിപ്പൂർ വിമാനത്താവളത്തെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുള്ള അനുമതി നൽകി ഹാജിമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. സർക്കാർ ഹാജിമാരിൽ 70% കരിപ്പൂർ എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത്. അതിൽ കൂടുതലും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളുമാണ്. ഇതര എംബാർക്കേഷനുകളിലേക്കുള്ള യാത്ര ഹാജിമാർക്ക് കടുത്ത പ്രയാസം സൃഷ്ടിക്കുമെന്നും ടെൻഡർ നടപടികൾ പുനഃപരിശോധിച്ച് പ്രസ്തുത പ്രശ്നങ്ങൾക്ക് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്ന ഹാജിമാരോട് അവഗണന അവസാനിപ്പിക്കുക. ഓരോ ഹാജും ജീവിതത്തിലെ അന്ത്യാഭിലാഷങ്ങളിൽ ഒന്നാണ് ഒരു ഹജ്ജ് യാത്ര. പതിറ്റാണ്ടുകളായി കാശ് തൊണ്ടുകളും മറ്റും നാണയത്തൊട്ടുകൾ എടുത്തുവെച്ച് ശേഖരിച്ചു. ചിലർ വീടും പറമ്പും വിറ്റ്, പല സഹോദരിമാരും അവരെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് ഹജ്ജിന് പോകുന്നു. എല്ലാം അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് 75,000 രൂപ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് മാത്രം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ മാനസികമായി തളർത്തിക്കളയും. പലരും ഹജ്ജ് മുടക്കാൻ നിർബന്ധിതരാകും. മലബാർ കേരളത്തിലെ ഹാജിമാരിൽ 24,000 ഹാജിമാരിൽ 70% ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും അതിൽ ബഹുഭൂരിഭാഗവും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ്. ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.